ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ വ്യഞ്ജനാക്ഷരം യാ മുതൽ ഇതുവരെ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയ ബോർഡിലോട്ട്. യാ, രാ, ലാ, വാ, ഷ. പിന്നീട് ഏതാ പഠിച്ചേ? ഷ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഷ. യാ, രാ, ലാ, വാ, ഷ, ഷ. ഇന്ന് പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം സ. ഏതാ ഇന്ന് പഠിക്കുന്ന വ്യഞ്ജനാക്ഷരം? സ. സ എങ്ങനെ എഴുതാന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ നാ പഠിച്ചില്ലേ? ഥ ഥ ഥ ധ ന. ന അതുപോലെ എഴുതുക. നമുക്ക് എങ്ങനെ എഴുതാനാ? ആദ്യം ഒരു റ, പിന്നീട് എന്തോ ചെയ്യണം? അതിനോട് ചേർന്ന് ഒരു റ. എന്തുവായി? ന. സ എങ്ങനെ എഴുതാ വെച്ചാൽ നമ്മൾ ആദ്യം ന അതുപോലെ എഴുതുക. എങ്ങനെ എഴുതും? രണ്ട് റ അതുപോലെ അടുത്ത് എഴുതിയ ന. എന്നിട്ട് എന്തോ ചെയ്യണം? നമുക്ക് ന എഴുതി കഴിഞ്ഞിട്ട് നായിന് എന്ത് കൊടുക്കാം? ദാ ഇവിടുന്ന് മുകളിലോട്ടൊരു തുമ്പിക്കൈ കൊടുക്കാം. എന്തോ ആയി? സ. എന്തോ ചെയ്യണോ? ഇവിടുന്ന് മുകളിലോട്ടൊരു തുമ്പിക്കൈ. ഏതാക്ഷരമായി? വ്യഞ്ജനാക്ഷരം സ. മനസ്സിലായോ? എങ്ങനെ എഴുതി? നമ്മൾ ആദ്യം നാ എഴുതി, എന്നിട്ട് എന്തോ ചെയ്തു? നായിന് മുകളിലോട്ടൊരു തുമ്പിക്കൈ കൊടുത്തു അല്ലേ? എന്തോ അക്ഷരം? സ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ആദ്യം നമ്മൾ നാ എഴുതാം. നാ എങ്ങനെ എഴുതും? ഒരു റ, അതിനോട് ചേർന്ന് വീണ്ടും ഒരു റ. എന്നിട്ട് എന്തോ ചെയ്യണം? നായിന് ഇവിടുന്ന് വളഞ്ഞ് മുകളിലോട്ടൊരു തുമ്പിക്കൈ വെച്ചു കൊടുത്തു അല്ലേ? എന്തോ ആയി? സ. ഒന്നുകൂടി നോക്കേ. നാ എഴുതി, നായിനൊരു തുമ്പിക്കൈ വെച്ചു കൊടുത്തു. വ്യഞ്ജനാക്ഷരം സ. എങ്ങനെ എഴുതും? ആദ്യം ഒരു നാ, താഴന്ന് മുകളിലോട്ടൊരു തുമ്പിക്കൈ. വ്യഞ്ജനാക്ഷരം സ. എളുപ്പമല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ. പെൻസിൽ എടുക്കാതെ എങ്ങനെ എഴുതാം? ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? നാ പഠിച്ചു കഴിഞ്ഞാൽ സ എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, ആദ്യം നമ്മൾ നാ എഴുതി കൊടുത്തു. നായിനിതാ താഴന്ന് വളഞ്ഞ് മുകളിലോട്ടൊരു തുമ്പിക്കൈ വെച്ചു കൊടുത്തു. എന്തോ ആയി? വ്യഞ്ജനാക്ഷരം സ. എങ്ങനെ എഴുതും? പെൻസിൽ എടുക്കാതെ, കൈ എടുക്കാതെ ഇങ്ങനെ. മനസ്സിലായോ? ഏതായിരുന്നു പഠിച്ചത്? വ്യഞ്ജനാക്ഷരം സ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആവും, അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത വ്യഞ്ജനാക്ഷരം പഠിക്കാം. ബൈ.